നമസ്കാരം. മലയാളം ഹൊറർ സീരീസ് എന്ന ഞങ്ങളുടെ പുതിയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഈ ചാനൽ വഴി പങ്കുവെക്കുന്നത് പല വ്യക്തികളുടെ അനുഭവങ്ങളും അതുപോലെ നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ തങ്ങി നിൽക്കുന്ന ഭീകര പ്രേതാനുഭവങ്ങളുമാണ്. നമുക്ക് ആദ്യ അനുഭവത്തിലേക്ക് പോകാം. അനുഭവം പങ്കുവച്ചിരിക്കുന്നത് അഖിൽ, കോഴിക്കോട്. എൻ്റെ പേര് അഖിൽ, 29 വയസ്സാണ്. കോഴിക്കോട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത് കൊച്ചിയിലാണ്, ഒരു IT കമ്പനിയിൽ. ഞാൻ സാധാരണമായി ഭൂതപ്രേതങ്ങളിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല, ലോജിക്ക് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ 2023 ജൂൺ 17 നടന്നൊരു സംഭവം എൻ്റെ ആ വിശ്വാസം പൂർണ്ണമായി തകർത്തു. 2 ദിവസം അവധി കിട്ടിയതുകൊണ്ട് 17 രാവിലെ തന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. ഉച്ചയോടുകൂടി നാട്ടിലെത്തി. ആ ദിവസം ഞാൻ വീട്ടിലൊറ്റക്കായിരുന്നു. അച്ഛനും അമ്മയും അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. രാത്രി വരുമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ കനത്ത മഴ കാരണം അവർ അവിടെ തന്നെ തങ്ങി. നമ്മുടെ വീട് ഒരു നാടൻ പഴയ തറവാട് വീടാണ്. ചുറ്റും വലിയ തെങ്ങിൻ മരങ്ങളും കശുവണ്ടി മരങ്ങളും, വീടിൻ്റെ പിറകിൽ ഒരു പഴയ കിണറും അതിന് ചേർന്നൊരു പൂട്ടിയ സ്റ്റോർ റൂമും ഉണ്ട്. ചെറുപ്പത്തിലൊന്നും ഞങ്ങളെ അവിടെ പോകാൻ അനുവദിക്കില്ലായിരുന്നു. അന്നേ ദിവസം രാത്രി നല്ല മഴയുണ്ടായിരുന്നു. വൈദ്യുതി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ രാത്രി 11:45 കറണ്ട് പൂർണ്ണമായി പോയി. ഞാൻ മൊബൈൽ ലൈറ്റ് ഓണാക്കി മെഴുതിരി തെളിച്ചു. വീടിൻ്റെ അകത്ത് നിഴലുകൾ ഭീകരമായ രീതിയിൽ ചലിക്കുന്നുണ്ടായിരുന്നു. മഴയുടെ ശബ്ദം മേൽക്കൂരയിൽ തടിക്കുന്നതും കാറ്റിൽ ജനൽ ചില്ലുകൾ വിറക്കുന്നതുമൊക്കെ ചേർന്നൊരു വിചിത്രമായ അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ സാധാരണയായി മുകളിലത്തെ നിലയിലാണ് കിടക്കാറുള്ളത്. ഒരു 12:30 ആയപ്പോൾ താഴത്തെ ജനലുകളും വാതിലുകളും അടച്ചെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞാൻ മുകളിലത്തെ മുറിയിലേക്ക് കിടക്കാൻ പോയി. രാത്രി 1:20. ഇത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം ഞാൻ പെട്ടെന്ന് ഉണർന്നപ്പോൾ മൊബൈലിലെ സ്ക്രീനിൽ ആ സമയം തെളിഞ്ഞു നിന്നിരുന്നു. വീടിൻ്റെ പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടാണ് ഞാൻ എണീക്കുന്നത്. ആ ശബ്ദം വളരെ വ്യക്തമായിരുന്നു. വീടിൻ്റെ പുറകുവശത്തുള്ള സ്റ്റോർ റൂമിൻ്റെ വാതിൽ തുറക്കുന്നത് പോലുള്ളൊരു ശബ്ദം. ആ വാതിൽ വർഷങ്ങളായി തുറന്നിട്ടില്ല, കാറ്റാകാം, ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. 5 മിനിറ്റിന് ശേഷം വീടിനുള്ളിൽ ആരോ നനഞ്ഞ കാലുകൾ കൊണ്ട് നടക്കുന്ന പോലുള്ള ശബ്ദം ഞാൻ കേട്ടു. എൻ്റെ മുറിയുടെ പുറത്തുള്ള ഇടനാഴിയിലൂടെ ആ ശബ്ദം അടുത്തു വരികയായിരുന്നു. എൻ്റെ ശരീരം മുഴുവൻ തണുത്തുപോയി. കാരണം ഞാൻ വാതിൽ അടച്ചിരുന്നു, താഴെ മുഴുവൻ പൂട്ടിയതായിരുന്നു. ആ ശബ്ദം ഇപ്പോൾ എൻ്റെ മുറിയുടെ വാതിലിന് മുന്നിൽ വന്നിരുന്നു. അതിനുശേഷം 3 തവണ തട്ടൽ. എൻ്റെ കഴുത്ത് വരണ്ടുപോയി. ഞാനൊരു വാക്കുപോലും പറയാതെ അവിടെ ഇരുന്നു. അപ്പോഴാണ് ഞാൻ കേട്ടത് എൻ്റെ അമ്മയുടെ ശബ്ദം, വളരെ മന്ദമായി. അഖിൽ, വാതിൽ തുറക്കൂ. അത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ആശ്വാസമാണ് തോന്നിയത്. അമ്മ വന്നോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഉടനെ ഞാൻ ഓർമ്മിച്ചു, അവർ വന്നിരുന്നെങ്കിൽ മുന്നിലെ ഗേറ്റ് തുറക്കേണ്ടി വരും. ആ ശബ്ദം ഞാൻ കേട്ടില്ല. അമ്മേ, ഞാൻ വിളിച്ചു. അവിടെ നിന്ന് മറുപടി, വാതിൽ തുറക്കൂ, നല്ല തണുപ്പാണല്ലോ. അത് അമ്മയുടെ ശബ്ദം തന്നെയായിരുന്നു. പക്ഷേ അതിൽ എന്തോ ഒരു പന്തികേടുള്ള പോലെ എനിക്ക് തോന്നി. വാക്കുകൾക്കിടയിൽ ഒരു അന്യമായ നീളം. ഒരു തരത്തിൽ ശബ്ദം 2 പേരുടെ ശബ്ദം ഒരുമിച്ച് സംസാരിക്കുന്നത് പോലെ. ഞാൻ പതിയെ ആ വാതിലിനടിയിലെ വിടവിലൂടെ റൂമിൻ്റെ പുറത്തേക്ക് നോക്കി. അവിടെ 2 നനഞ്ഞ കാലുകൾ എനിക്ക് കാണാമായിരുന്നു. പക്ഷേ ഒരു കാര്യം തെറ്റായിരുന്നു. അവയുടെ വിരലുകൾ. ആ വിരലുകൾക്ക് ഇടയിൽ അസാധാരണമായൊരു വിടവ് ഞാൻ കണ്ടു. എൻ്റെ ഹൃദയം നിലച്ചു പോകുന്ന പോലെ എനിക്ക് തോന്നി. ഒച്ചത്തിൽ നിലവിളിക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഒച്ച പുറത്തേക്ക് വരുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. സ്ക്രീനിൽ അമ്മ കോളിംഗ്. ഞാൻ നടുങ്ങിയ കൈകൾ കൊണ്ട് കോൾ എടുത്തു. അമ്മയുടെ ശബ്ദം ഫോൺ വഴി വ്യക്തമായിരുന്നു. അഖിൽ, നീ ഉറങ്ങിയായിരുന്നോ? മഴ കൂടുതലാണ്, നീ വാതിലടച്ച് കിടക്കണേ. എനിക്കൊന്ന് മൂളുവാൻ മാത്രമേ സാധിച്ചുള്ളൂ. അപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, ഓക്കെ, എന്നാൽ കിടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കോൾ കട്ട് ചെയ്തു. എൻ്റെ കണ്ണുകൾ വാതിലിനടിയിലേക്ക് തിരിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന നനഞ്ഞ കാലുകൾ കാണാതായിരുന്നു. പക്ഷേ വാതിലിൽ നിന്നൊരു മന്ദമായ ചിരി ഞാൻ കേട്ടു. ഒരു സ്ത്രീയുടെ ചിരി. പക്ഷേ അതൊരു മനുഷ്യ സ്ത്രീയുടെ ചിരിയാണോ എന്നെനിക്കിപ്പോഴും അറിയില്ല. അടുത്ത 5 മിനിറ്റ് ഞാൻ കിടക്കയിൽ നിശ്ചലമായിരുന്നു. പിന്നീട് പെട്ടെന്ന് താഴെ പാത്രങ്ങൾ ഇടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അടുക്കളയിൽ കപ്പുകൾ നിലത്ത് വീഴുന്ന ശബ്ദങ്ങൾ കേട്ടു. ഞാൻ ഫോൺ ലൈറ്റ് ഓണാക്കി വാതിൽ തുറക്കാൻ വേണ്ടി ശ്രമിച്ചു. വാതിൽ തുറന്നപ്പോൾ ഇടനാഴി മുഴുവൻ ഇരുണ്ടിരുന്നു. പക്ഷേ നിലത്ത് നനഞ്ഞ കാൽപ്പാടുകൾ. അവ അടുക്കളയിലേക്കാണ് പോയിരിക്കുന്നത്. ഞാൻ ഓരോ അടിയും ശ്രദ്ധിച്ച് താഴേക്കിറങ്ങി. അടുക്കളയുടെ വാതിൽ അല്പം തുറന്നിരിക്കുകയാണ്. അകത്തു നിന്നൊരു മന്ദമായ പാട്ട്. അതൊരു പഴയ മലയാളം താരാട്ട് പാട്ടാണ്. എൻ്റെ അമ്മ ചെറുപ്പത്തിൽ പാടാറുള്ളൊരു പാട്ട്, ഓമന തിങ്കൾ കിടാവോ. പക്ഷെ പാട്ട് തെറ്റായ സ്വരത്തിൽ, ഇടയ്ക്ക് ചിരി കലർന്ന പോലെ. ഞാൻ വാതിൽ തള്ളി തുറന്നു. അടുക്കള ശൂന്യമാണ്. പക്ഷേ സിങ്കിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ പിന്നിലൊരു ശ്വാസം അനുഭവിച്ചത്. എൻ്റെ ചെവിക്ക് വളരെ അടുത്ത് ഒരു ശബ്ദം, ഞാനകത്ത് തന്നെയുണ്ട്.
എൻ്റെ രക്തം കട്ട പിടിക്കുന്ന പോലെ എനിക്ക് തോന്നി. തിരിഞ്ഞു നോക്കണമെന്നുണ്ട്, പക്ഷെ തിരിഞ്ഞു നോക്കാൻ പേടി കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. ഞാൻ പതിയെ സർവ്വധൈര്യവുമെടുത്ത് തിരിഞ്ഞു നോക്കി. ആരുമില്ല. പക്ഷേ ഫ്രിഡ്ജിൻ്റെ മുകളിലുള്ള കണ്ണാടിയിൽ എൻ്റെ പ്രതിബിംബം ഞാൻ കണ്ടു. അത് ഞാൻ തന്നെയായിരുന്നു. പക്ഷേ അത് ചിരിക്കുകയായിരുന്നു. ഞാൻ ചിരിക്കാത്തപ്പോൾ അത് മന്ദമായി കൈകൾ ഉയർത്തി എന്നെ വിളിച്ചു. അടുത്ത നിമിഷം വീട് മുഴുവൻ ഇരുണ്ടുപോയി. ഫോൺ ലൈറ്റ് ഓഫായി. എനിക്ക് ഓർമ്മയുള്ള അവസാന ശബ്ദം അത് എൻ്റെ തന്നെയായിരുന്നു. എന്നോട് ആരോ പറയുന്നത് പോലെ, അഖിൽ, നീ ഇനി ഒറ്റയ്ക്കല്ല. അടുത്ത ദിവസം ഞാൻ കിടക്കയിൽ ബോധരഹിതനായി കിടക്കുകയായിരുന്നു. രാവിലെ അച്ഛനും അമ്മയും വന്നപ്പോൾ എൻ്റെ കിടപ്പ് കണ്ടിട്ട് അമ്മയാണ് എന്നെ കൊട്ടി വിളിച്ചത്. ഞാൻ ഉണർന്നതും അമ്മ എന്നോട് ചോദിച്ചു, ഇങ്ങനെയാണോ കിടന്നുറങ്ങുന്നത്? നീ എന്താ വാതിലടക്കാതിരുന്നേ? എന്താ ഈ അടുക്കളയിൽ ഇങ്ങനെ കിടക്കുന്നേ? അടുക്കളയിൽ പാത്രങ്ങളെല്ലാം ചിതറിക്കിടക്കുകയായിരുന്നു. സ്റ്റോർ റൂമിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ ഒരു നിസ്സഹായതയോടെ ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഉറങ്ങിപ്പോയമ്മ. അമ്മ വീണ്ടും എന്നോട് ചോദിച്ചു, ഒരു ഭീതിയോടുകൂടി തന്നെ, സ്റ്റോർ റൂം ആരാ തുറന്നത്? നീയാണോ? വളരെ താഴ്ന്ന സ്വരത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അല്ലമ്മ, ഞാനല്ല തുറന്നത്. പക്ഷേ അത് ചോദിക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു ഭീതി പടരുന്നത് എനിക്ക് കാണാമായിരുന്നു. തലേ ദിവസം രാത്രി നടന്നതൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞില്ല. കാരണം അമ്മ പേടിച്ചാലോ? പക്ഷേ അച്ഛൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് തന്നെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ളൊരു തന്ത്രിയെ പോയി കണ്ട് എന്തൊക്കെയോ പൂജകൾ നടത്തിയതിന് ശേഷം ഒരു തകിടുമായിട്ട് വന്നിട്ടാണ് ആ സ്റ്റോർ റൂം പൂട്ടിയത്. അതിനുശേഷം ഇന്നുവരെയും ആ സ്റ്റോർ റൂം ഞങ്ങൾ തുറന്നിട്ടില്ല. പക്ഷേ ഇന്നുവരെ ഒരിക്കലും ഞാൻ ആ സ്റ്റോർ റൂമിനെക്കുറിച്ചോ അതിൻ്റെ കഥയെക്കുറിച്ചോ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചിട്ടില്ല. കാരണം വീട്ടുകാർ അത് പറയുമ്പോഴെല്ലാം വീട്ടുകാരുടെ മുഖത്ത് ഒരു പരിഭവം എനിക്ക് കാണാമായിരുന്നു. ഒരു പേടി നിഴലിക്കുന്നത് പോലെ. എനിക്കും ഉണ്ടായിരുന്നു ചെറിയൊരു പേടി. അന്ന് രാത്രി നടന്നത് സത്യമാണോ അതോ എൻ്റെ മനസ്സിൻ്റെ തോന്നലുകളാണോ എന്നെനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ ഇന്നും ചില രാത്രികളിൽ 1:20 എൻ്റെ ഫോൺ സ്വയം ഓണാകുന്നു. സ്ക്രീനിലൊരു സെൽഫി തുറന്ന് കാണുന്നു. അതിൽ ഞാൻ ഉറങ്ങുകയാണ്. എൻ്റെ പിറകിൽ നിൽക്കുന്ന ഒരാൾ ചിരിക്കുകയാണ്. അവളുടെ വിരലുകൾ അത് പിന്നോട്ട് തിരിഞ്ഞിരിക്കുന്നു. നിങ്ങളിത് രാത്രി ഒറ്റയ്ക്ക് കേൾക്കുകയാണെങ്കിൽ വാതിൽ ആരെങ്കിലും തട്ടിയാൽ ദയവായി തുറക്കരുത്.